ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുവർണ. കാഴ്ച പരിമിതിയും മറ്റു ശാരീരിക വെല്ലുവിളികളും നേരിടുന്നവർക്കുള്ള സാങ്കേതിക സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് വാളക്കയം സർവോദയ ഗ്രന്ഥശാലയിൽ ആരംഭിച്ച സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകിയെന്ന് മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് സഹായകമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവർക്ക് വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണിതെന്നും മന്ത്രി പറഞ്ഞു. സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ബ്രെയിൽ പഠന ഉപകരണങ്ങൾ കാളകെട്ടി അസീസി സ്കൂൾ ഓഫ് ദി ബ്ലൈൻഡിലെ വിദ്യാർത്ഥികൾക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണം ചെയ്തു. സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക സമൂഹങ്ങളുടെയും സഹകരണത്തോടെ ഭിന്നശേഷിക്കാരെ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണിത്. സെയിന്റ് എഫ്രേംസ് കമ്മ്യൂണിറ്റി, കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എന്നിവയുടെ പങ്കാളിത്തത്തോടെ KDISC പദ്ധതി നടപ്പാക്കുന്നത്. കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്ന ബ്രെയിൽ വിദ്യാഭ്യാസ സാമഗ്രികളുടെയും സഹായ ഉപകരണങ്ങളുടെയും നിർമ്മാണം സ്ട്രൈഡ് മേക്കർ സ്റ്റുഡിയോയിൽ നടക്കും. അശ്വമേധം 7.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശനത്തിന് ജില്ലയിൽ തുടക്കം. ഭവന സന്ദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ നിർവഹിച്ചു. കോട്ടയം ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഭവന സന്ദർശനത്തിന് മുനിസിപ്പൽ ചെയർമാന്റെ വീട്ടിൽ നിന്നും തുടക്കം കുറിച്ചു. ജനുവരി 7 മുതൽ 20 വരെ ക്യാമ്പയിന്റെ ഭാഗമായി ആശാപ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകൾ സന്ദർശിക്കുമെന്നും എല്ലാ ജനങ്ങളും ക്യാമ്പയിനുമായി സഹകരിക്കണമെന്നും ആരോഗ്യ വിഭാഗം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധനയ്ക്ക് ജില്ലയിൽ തുടക്കമായി. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള തിരുവാതുക്കൽ APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണയുടെ മേൽനോട്ടത്തിൽ പരിശോധന ആരംഭിച്ചത്. ജില്ലയിൽ 1791 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ബൂത്തുകളുടെ എണ്ണത്തേക്കാൾ 25% അധികം വോട്ടിംഗ് യന്ത്രങ്ങളും 35% അധികം VVPAT യന്ത്രങ്ങളുമാണ് പരിശോധിക്കുന്നത്. വെയർഹൌസിൽ നിന്ന് യന്ത്രങ്ങൾ പുറത്തെടുത്ത് പഴയ സ്റ്റിക്കറുകളും ബാലറ്റുകളും സീലുകളും നീക്കം ചെയ്ത് പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയാണ് 22 ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന പരിശോധനയിൽ ചെയ്യുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ അംഗീകരിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക. ജില്ലയിലെ കൃഷിവകുപ്പിന്റെ പിന്തുണയോടെ ജില്ലയിൽ ആരംഭിച്ച ആദ്യ മില്ലറ്റ് കഫേ 6 മാസം കൊണ്ട് 6 ലക്ഷം രൂപ ലാഭം കൈവരിച്ചു. കാർഷിക കർഷകക്ഷേമ വകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടെ 2025 ജൂലൈയിലാണ് ഏറ്റുമാനൂർ കിസ്മത്ത് പടിയിലുള്ള മില്ലറ്റ് കഫേ ആരംഭിച്ചത്. കൃഷിവകുപ്പിന്റെ 2023 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപയാണ് സഹായമായി നൽകിയത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള പലഹാരങ്ങളും പാനീയങ്ങളുമായി പുതിയൊരു ആരോഗ്യശീലത്തിനും വഴിയൊരുക്കുകയാണ് ഈ മില്ലറ്റ് കഫേ. നാനാടം പാലം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനാൽ ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിലെ കണ്ടത്തിപ്പറമ്പ് നാനാടം റോഡ് വഴിയുള്ള ഗതാഗതം ജനുവരി 12 മുതൽ പൂർണ്ണമായി നിരോധിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ജില്ലാതല പരിപാടി വടവാതൂർ PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്നു. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ മുഖ്യ അതിഥിയായി. ജില്ലയിൽ 1 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിരഗുളിക നൽകി. ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്വകാര്യ സ്കൂളുകളിൽ സൌജന്യമായാണ് ഗുളിക വിതരണം ചെയ്തത്. അങ്കണവാടികളിലും ഗുളിക വിതരണം ചെയ്തു. ചൊവ്വാഴ്ച ഗുളിക കഴിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഈ മാസം 12-ന് ഗുളിക നൽകും. കുടുംബശ്രീ സംരംഭമായ ഗ്രാൻഡ് കിച്ചൺ റെസ്റ്റോറന്റ് ജില്ലാ മെഡിക്കൽ കോളേജ് കുട്ടികളുടെ ആശുപത്രി വളപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ഗുണനിലവാരമുള്ള ഭക്ഷണം ഉറപ്പാക്കുന്നതിനോടൊപ്പം സ്ത്രീകൾക്ക് സംരംഭകത്വത്തിനും തൊഴിൽ സാധ്യതകൾക്കും വഴിയൊരുക്കുന്നതാണ് സംരംഭം. പായിപ്പാട് പഞ്ചായത്തിലെ പൂവം പ്രദേശത്തെ പെരുന്നയുമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പുഴക്കടവ് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് 4.97 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ നിലവിൽ ഗതാഗതത്തിനായി കനാലിനു കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന മുട്ട് നീക്കം ചെയ്യാനാകും. ഇതോടെ കനാലിന്റെ ഒഴുക്ക് സുഗമമാകും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.